നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഷൗക്കത്ത് ജയിച്ചു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് NDA സ്ഥാനാർത്ഥിയുടെ ഒരു സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. 8648 വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സ്വന്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ആ നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് അതിലെങ്കിലും ഒരു പടി കൂടി അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു രണ്ട് മുന്നണികളൊപ്പം തന്നെ PV അൻവർ. എങ്ങനെയാണ് ഇപ്പോൾ ഈ പരാജയപ്പെട്ടു എങ്കിൽ പോലും നല്ല പ്രകടനമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായിട്ടും നല്ല പ്രകടനമായിരുന്നു. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇത് ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്, ഒരു ബേസിക് വോട്ട്സാണ് ഇത് വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണവും തെളിവുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഈ വികസനം കൂടുതലായി ചർച്ചയായില്ല എന്നുള്ളതായിരുന്നു NDAയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും ചർച്ചയാകുമല്ലോ. ഞങ്ങൾ ഒരു വലിയ മുന്നേറ്റം നടത്തി ഞങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ BJPക്ക്, അതായത് മൂന്നാം കക്ഷിക്ക് വോട്ടുകൾ കുറയുകയാണ് പതിവ്. കാരണം ഇവിടെ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ ശക്തമായ പ്രവർത്തനം നടത്തി. കേരളത്തിലെ 139 MLA-മാരും മന്ത്രിമാരും അതേപോലെ തന്നെ MP-മാരും പിന്നെ ബാക്കിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മുഴുവൻ ആളുകളും, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ ആളുകളും ഇവിടെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ചു. അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ ആ രീതിയിലൊക്കെ ഈ നിഷ്പക്ഷ വോട്ടുകളൊക്കെ അങ്ങോട്ട് മറിയാൻ സാധ്യതയുണ്ട്. പിന്നെ അൻവറിൻ്റെ സാന്നിധ്യവും വളരെ ശക്തമായിരുന്നു. അത് നമ്മൾ മനസ്സിലായല്ലോ. 9 വർഷം MLA ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വളരെ ശക്തമായിരുന്നു. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ ഈ സർക്കാർ വിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ടുകൾ അൻവർ പിടിക്കുന്നതോടൊപ്പം തന്നെ UDF-ലേക്ക് പോയിട്ടുണ്ടാകും. CPM-നോട് വിരുദ്ധമായ വോട്ടുകളൊക്കെ തന്നെ പോയിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ NDA ജയിക്കില്ല എന്നൊരു തോന്നലൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് നൽകണ്ട, സ്വരാജ് പരാജയപ്പെടേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോട്ടെ എന്നൊരു നിലപാടെടുത്തിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അൻവറിന് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളാണ് കൂടുതൽ അൻവറിന് കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് നിലമ്പൂരിലും കേരളത്തിലും മൊത്തവും. അതൊരു സത്യമാണ്. അത് ആരും മൂടി വെച്ചാലും അതൊരു സത്യമായി നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനോട് വിരോധമുള്ള ആളുകളൊക്കെ, നിഷ്പക്ഷരായ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആര്യാൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വലതുപക്ഷത്തെ വോട്ടുകൾ, അങ്ങ് നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചത് വലതുപക്ഷത്തേക്ക് വോട്ടുകൾ കൃത്യമായി, അതായത് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന, NDAക്ക് ലഭിക്കേണ്ടിരുന്ന വോട്ടുകൾ പോലും വലതുപക്ഷത്തേക്ക് പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവസാന ലാപ്പിലെ ഒരു കണക്കനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയസാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയപ്പം നമുക്ക് കിട്ടാവുന്ന വലതുപക്ഷ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ വോട്ടുകൾ അവർ വോട്ട് ചെയ്താൽ അത് നിഷ്ഫലമാകുമോ എന്ന് കരുതി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഷൗക്കത്തിന് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അൻവറിനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന് അങ്ങനെയുള്ള നിഷ്പക്ഷമതികളുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ പരാജയപ്പെട്ടു എങ്കിൽ പോലും ഈ മണ്ഡലത്തിൽ സജീവമായി നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ BJPയുടെയൊക്കെ തന്നെ വികസന നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ ശക്തമായി പ്രവർത്തിക്കും. രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ധൈര്യമായി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും തൃശ്ശൂരിൽ 27-ാം തീയതി ഞാൻ കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തനവുമായി അതിശക്തമായി മുന്നോട്ട് പോകും. ഈ മലയോര കുടിയേറ്റ മേഖലകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിവേരുകളുണ്ട്. അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കും. അതാണ് എൻ്റെ പരിപാടി. ഇതാണ് NDA സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. ഇനിയും മുന്നോട്ട് തന്നെയാണ്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ്, വികസനം പറഞ്ഞ്, മലയോര മേഖലകളിലെ ജനങ്ങളെ കൃത്യമായി അവരുടെ നിലപാടുകൾ, അതായത് പാർട്ടിയുടെ നിലപാടുകൾ പറയും. ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ BJPയും തീരുമാനിച്ചിട്ടുള്ളത്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, നിലമ്പൂർ.